കുന്നൻ സാറേ, എന്തുറക്കാ സാറേ ഇത്? ഇന്നലെ കുറച്ച് ഓവറായി പോയി. അപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് എഴുന്നേക്കാൻ വൈകുമെന്ന്. നീ ആരാ? നീ എങ്ങനെ എന്റെ മുറിക്കകത്തു? ഓഹോ, അത് ശരി. അപ്പൊ ഓർമ്മയും പോയില്ലേ? ഇല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്നാ കേട്ടോ, സാറ് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാനോ? എന്തിന്? ഏയ്, വേറെ ഒന്നിനുമല്ല. സാറിന്റെ ജീവിതകഥ എന്നെ കൊണ്ട് എഴുതിക്കാൻ. സാറിന് ഇപ്പോൾ പഴയതുപോലെ ഒന്നും എഴുതുവാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് സാറ് തന്നെയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഓ സോറി, ഞാൻ മറന്നു. പേരെന്താണെന്നാ പറഞ്ഞേ? സാന്ദ്ര. എന്തായാലും സാറിന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. സോറി കേട്ടോ. അല്ല, തന്നെ കൊണ്ടുവരുന്ന ആരെങ്കിലും കണ്ടായിരുന്നു? സാറിന്റെ പേടി ഇതേവരെ മാറിയിട്ടില്ലേ? ഇന്നലെ മുതൽ ഇത് തന്നെയാണല്ലോ പറയുന്നത്. അപ്പോ നമ്മൾ വന്നിട്ട് 2 ദിവസമായോ? അതെ, 2 ദിവസമായി വന്നിട്ട്. സാറ് ബാക്കി കഥ പറ, നമുക്ക് ഇന്ന് തന്നെ തീർക്കണ്ടേ? ഓ, ഞാൻ ഏതുവരെയാ പറഞ്ഞു നിർത്തിയത്? സാറ് മീരയെ വീണ്ടും കണ്ടുമുട്ടി ആ ദിവസം സാറിനുണ്ടായ അനുഭവമല്ലേ, അവിടെ വരെയാണ് നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്. ശരിക്കും മീര എൻ്റെ മനസ്സിനെ വല്ലാതെ... സാറെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ശരിക്കും നിന്റെ കണ്ണുകൾ പോലെയായിരുന്നു മീരയുടെ. ആ ചിരിയും എല്ലാം. സത്യം പറ, മീര നിനക്കറിയാമായിരുന്നു? സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇന്നത്തെ ഹാങ് ഓവർ തീർന്നിട്ടില്ലല്ലേ? ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ മീര തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് സാറിന്റെ മനസ്സിൽ മീരയെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ, അതുകൊണ്ട് തോന്നിയായിരിക്കും. ആയിരിക്കാം. പക്ഷെ വേറെ സ്ത്രീകളൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സാറ് ബാക്കി കഥ പറ, എഴുതട്ടെ. ഞാനന്ന് ഒരുപാട് കുടിച്ചിരുന്നു. മീര പറഞ്ഞതാ വണ്ടി എടുക്കരുതെന്ന്. ഞാൻ കേട്ടില്ല. പകരം എനിക്ക് കൊടുക്കേണ്ടി വന്നത് എൻ്റെ മീരയെ തന്നെയായിരുന്നു. അവളിരുന്ന ഭാഗത്തേക്കാണ് ലോറി വന്നിടിച്ചത്. ഞാനാണ് എൻ്റെ മീരയെ കൊന്നത്. സാർ, അവളില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ അവളുടെ കൂടെ പോകാൻ പല ശ്രമവും നടത്തി, പക്ഷെ സാധിച്ചില്ല. സാർ എന്താ ഇങ്ങനെ നോക്കുന്നേ? ശരിക്കും നിന്നിലൂടെ കാണുന്നത് എൻ്റെ മീരയാണ്. നീ എൻ്റെ മീരയല്ലേ? സോറി, ഞാൻ അറിയാതെ... എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ, മീരയോടുള്ള സാറിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരിക്കലും എനിക്ക് മീരയാകാൻ
അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സാറിനെ ഇഷ്ടപ്പെടുന്ന, സാറിന്റെ നോവലുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. തുടങ്ങുന്നു. പുറത്ത് പോലീസ് വന്ന് നിൽപ്പുണ്ടല്ലോ. നിന്നെയും കൊണ്ടുവന്നത് പ്രശ്നമായോ? സാർ എന്തിനാ പേടിക്കുന്നതിന്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് അവർക്കറിയില്ലല്ലോ. 2 ദിവസമായില്ലേ നിന്നെ കൊണ്ട് വന്നിട്ട്. എന്നെ തട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ലല്ലോ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വന്നല്ലേ. അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം അവരുടെ അടുത്ത്. അയാൾ അകത്തുണ്ടെന്ന് ഉറപ്പാണ്. ഉറപ്പാണ്. അവരിങ്ങോട്ടെങ്ങനെ കയറി വന്നാലോ എന്റെ മാനം പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ആകെ ടെൻഷനായില്ല. അവരെത്തി. നീ അങ്ങോട്ട് മാറി നിൽക്കി. സാറെന്തിനാ പേടിക്കുന്നത്? അവരിപ്പോ നിന്നെ കണ്ട പ്രശ്നമാകും. മാറി നിൽക്കി നീ. ഞാൻ പോകുന്നു എൻ്റെ മീനുടെ അരികിലേക്ക്. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് സ്വന്തം മുകുന്ദൻ.